അങ്ങനെ ഇതാ നമ്മളെ നാട്ടിൽ ഓണപരിപാടിക്ക് വേണ്ടി സ്റ്റേജെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വ്ളോഗും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരെ കമന്റ്സ് ഞാൻ കാണലുണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്ന പറഞ്ഞിട്ട്. മെയിനായിട്ട് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടാവലേ ഇല്ല. ഇനിയിപ്പം ഓണത്തിന്റെ വ്ളോഗെല്ലാം ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്റെ നാട്ടിലെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടിയെല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്ലാസ് ഇട്ട് പുറത്ത് പോകാൻ കുഞ്ഞാക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ അവൾക്ക് കണ്ണിലേക്ക് പൊടി പാറുന്നോണ്ട് തന്നെ ഗ്ലാസ് എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. അപ്പൊ ഇന്ന് ടൗണിലേക്ക് ഇറങ്ങിയത് ഒരു 2-3 സാരിയും അതുപോലെ ഷർട്ടും എടുക്കാനുണ്ടായിനെ. സാരിയുടെ കുറെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. എനിക്ക് അതിൽ സെറ്റ് സാരി എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനെ. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് കയറി. എന്നെ പോലെ ഓണത്തിന്റെ എല്ലാം സമയത്ത് ടൗണിലേക്ക് ഇറങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാ. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലെടുത്താൻ വരികയേ ഇല്ല. എനിക്ക് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറെ ദിവസമായിട്ട് ഞാനും കുഞ്ഞായും ടൗണിലേക്ക് ഇങ്ങനെ വന്നോണ്ടുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ടും ഞാനും കുഞ്ഞായും ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മ ഏറ്റവും ഫസ്റ്റ് തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ അതങ്ങ് വിട്ടുപോയി. ഓണത്തിന്റെ അന്ന് രാവിലെ ഇടാൻ ഒരു ഡ്രസ്സും അതുപോലെ നൈറ്റ് ഇടാൻ വേറൊരു ജീൻസ് ടോപ്പ് അങ്ങനെ എന്തെങ്കിലും എടുക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഓണത്തിന് രാവിലെ മുതൽ രാത്രി വരെ പരിപാടിയുണ്ട്. അതെല്ലാം ഞാൻ എന്തായാലും വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പം ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനെ. പക്ഷെ അത് എക്സ്ട്രാ ലാർജ് ആണ്. എനിക്കാണെങ്കിൽ നല്ല ലൂസ്. ഞാൻ അധികം മീഡിയം സൈസാണ് എടുക്കല്. എന്റെ ആ ഒരു മീഡിയം സൈസിനുള്ളത് ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സെല്ലാം എടുത്ത് ഒരു വൈകുന്നേരം ആകുമ്പോഴാണെങ്കിൽ എനിക്ക് നല്ല മൈഗ്രെയിൻ വന്നിട്ടുണ്ടായിനെ. അതുകൊണ്ട് തന്നെ നല്ല ചൂട് ചായ കുടിക്കാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചില സമയത്ത് എനിക്ക് ഈ സ്പ്രേന്റെ സ്മെല്ലൊന്നും പിടിക്കൂല. നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണെങ്കിൽ ഓക്കെ. പക്ഷെ അതിനേക്കാളും ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ലാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വരും. അപ്പം അമ്മ ഇന്ന് പുതിയൊരു സ്പ്രേ അടിച്ചിട്ടുണ്ടായിനി. അതിന്റെ സ്മെല്ല് അടിച്ചടിച്ച് എനിക്ക് മൈഗ്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ നേരെ പർപ്പിളിലേക്ക് പോയിട്ടുണ്ടായിനി. എനിക്കൊരു ലിപ്സ്റ്റിക് എടുക്കാനുണ്ട്. എന്റെ ലിപ്സ്റ്റിക് ഏതാണെന്ന് കുറെ ആൾക്കാരെ കമന്റ് ഞാൻ കാണലുണ്ട്. അപ്പം ലിപ്സ്റ്റിക് ഏതാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടും.